വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് ഇറിഗേഷനും ഹൈഡ്രോളജിയിലെ കുറച്ച് പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സബ്ജക്റ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ഏരിയ ഫ്രം വിച്ച് റെയിൻഫോൾ ഫ്ലോസ് ഇൻ ടു എ ഡ്രെയിനേജ് ലൈൻ, ഔട്ട്ഫോൾ ഓർ റിസർവോയർ എക്സെട്ര. ഏരിയയാണ് പറഞ്ഞിരിക്കുന്നത്. റെയിൻഫോൾ ഫ്ലോ ചെയ്യുന്ന ഡ്രെയിനേജ് ലൈൻ, ഔട്ട്ഫോൾ, റിസർവോയർ ബേസ് ചെയ്തിട്ട് വരുന്ന ആ ഒരു ഏരിയ ആണ്. ഈ തന്നിരിക്കുന്നതിൽ ഏരിയ എന്ന് പറയാൻ ഒരെണ്ണേ ഉള്ളൂ ആൻസർ. ക്യാച്ച്മെൻ്റ് ആണ് വരുന്നത്. If the depth of water for a crop is 1.20, ഡെൽറ്റ തന്നിട്ടുണ്ട്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ്. 1.20 മീറ്റർ തന്നിട്ടുണ്ട്. മീറ്റർ ആണേ. ബേസ് പീരീഡ് ഈസ് 120. അപ്പോൾ ബേസ് പീരീഡ് 120 ഡേയ്സ് എന്ന് തന്നിട്ടുണ്ട്. ദ ഡ്യൂട്ടി ഓഫ് കനാലാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂട്ടി ശ്രദ്ധിക്കേണ്ട ക്യുമെക്കാണ്, ഹെക്ടർ പെർ ക്യുമെക്കാണ്. അപ്പോൾ ക്യുമെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് വരുന്നത്. സോ അപ്പോൾ മീറ്ററിലാണ് യൂണിറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മീറ്ററിലുള്ള ഇക്വേഷൻ 8.64 × 120/1.20. ഇനി ഇതിൽ തന്നെ ഞാൻ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 10 അല്ല, സോറി, നമുക്ക് നോക്കാം. പോയിൻറ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വരുന്നു എന്ന് നോക്കാം. 2 സ്ഥാനമാണ്. അപ്പോൾ 2 സ്ഥാനം ആകുമ്പോൾ ഞാൻ 2 പൂജ്യം ഇട്ട് കൊടുക്കാം. മേലും താഴെയും ഒരുപോലെ ഇടാം. സോ അത് ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 864 × 120/120 എന്ന് കിട്ടും. 120 കട്ട് ചെയ്ത് പോകും. എനിക്ക് 864 ഹെക്ടർ പെർ ക്യുമെക്ക് എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. യൂണിറ്റ് കൂടെ നോക്കണം. യൂണിറ്റാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം 864 രണ്ടിടത്ത് വന്നിട്ടുണ്ട്. ഒരിടത്ത് മീറ്റർ ക്യൂബ് പെർ ക്യുമെക്ക് എന്നും ഒരിടത്ത് 864 ഹെക്ടർ പെർ ക്യുമെക്ക് എന്നും തന്നിട്ടുണ്ട്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ യൂണിറ്റ്. When a canal and drainage approaches each other at the same level, the structure is provided is same level ആണെങ്കിൽ ലെവൽ ക്രോസിംഗ് ആണ് വരുന്നത്. ഇറിഗേഷൻ കനാൽസ് ആർ ജനറലി അലൈൻഡ് എലോങ്. ഇറിഗേഷൻ കനാൽ നോർമലി റിഡ്ജ് ലൈനിൽ എലോങ് ആയിട്ടാണ് ചെയ്യുന്നത്. ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ദ ഫീൽഡ് ഈസ് നോൺ ആസ്. ദ ഫീൽഡ് ഈസ് നോൺ ആസ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ ഡെപ്ത് ആണ്. ഡെപ്ത് വരുമ്പോൾ ആൻസർ വരുന്നത് ഡെൽറ്റ. ദ ഒപ്റ്റിമം കോർ വാട്ടർ ഡെപ്ത് അല്ലെങ്കിൽ ഒപ്റ്റിമം ഡെപ്ത് ഓഫ് കോർ വാട്ടറിങ് ഈസ് 90 സെൻറ്റിമീറ്റർ. 90 സെൻറ്റിമീറ്റർ ഈ വരുന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 90 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റൈസ് ആണ്. അതുപോലെ തന്നെ ഷുഗർ കെയിൻ ഒരു വാല്യൂ പറയുന്നുണ്ട്. ഷുഗർ കെയിൻ എന്ന് പറയുന്നത് 16.5 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വീറ്റ് പറയുന്നുണ്ട്. വീറ്റ് എന്ന് പറയുന്നത് 13.5 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഇത് പഠിച്ചു വച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബേസ് പീരീഡ് ഓഫ് എ ക്രോപ്പ് ഈസ് 120 ഡേയ്സ്. ബേസ് പീരീഡ് തന്നിട്ടുണ്ട് 120 ഡേയ്സ്. വെൻ ഇറ്റ് ഈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 5400 ഹെക്ടർ പെർ ക്യുമെക്ക് എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഡെൽറ്റയാണ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കുക. ക്വസ്റ്റ്യൻസ് നോക്കുമ്പം എല്ലാ യൂണിറ്റും എന്തിലാണ് തന്നിരിക്കുന്നത്? സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ സെൻറ്റിമീറ്ററിലുള്ള ഇക്വേഷൻ കൊടുക്കാൻ പോവുകയാണ്. ഡെൽറ്റ ഈസ് ഇക്വൽ ടു 8.64 × B/D എന്ന് പറയുന്ന 5400 ആണ് വരുന്നത്. ഇത് ലാസ്റ്റ് ചെയ്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 19.2 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. നെയിം ദ ഫേമസ് ആർച്ച് ഡാം ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഫേമസ് ആർച്ച് ഡാം. ഓപ്ഷൻസ് നോക്കാം. ബക്ര, മുല്ലപ്പെരിയാർ, കൃഷ്ണസാഗർ, ഇടുക്കി. നമുക്കുള്ള ആർച്ച് ഡാം ഏതാണ്? ഇടുക്കിയാണ് വരുന്നത്. കനാൽ യൂസ്ഡ് ടു കൺവേ വാട്ടർ ഫ്രം വൺ സോഴ്സ് ടു അതർ ഈസ് കോൾഡ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫീഡർ കനാൽ. വേറെ ഡൗട്ടൊന്നും തോന്നേണ്ട കാര്യമില്ല. ഫീഡർ കനാൽ. കനാൽ യൂസ്ഡ് ടു കൺവേ വാട്ടർ ഫ്രം വൺ സോഴ്സ് ടു ദി അതർ ഈസ് കോൾഡ് ഫീഡർ കനാൽ. ദ ക്രോപ്പ് which are ordinary grown without irrigation water is called. വിത്തൗട്ട് ഇറിഗേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്തൗട്ട് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത് ഡ്രൈ ക്രോപ്സ് ആണ്. കാരണം വെള്ളം നമ്മൾ കൊടുത്തില്ലെങ്കിലും കുറച്ച് കാലം പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഡ്രൈ ക്രോപ്സിനുണ്ട്. പക്ഷേ അതിന് എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ എന്ത് പറയാം, വീറ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയാം. അതേസമയം റൈസ് വെറ്റ് ക്രോപ്സിനൊരു എക്സാമ്പിളാണ്. കാരണം അത് വെള്ളം ഇല്ലാണ്ട് പറ്റില്ല. നമ്മൾ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ടാണ് റൈസൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഫിഷ് ലാൻഡർ ഈസ് എ സ്ട്രക്ചർ ഇൻ ദ ബോഡി ഓഫ് ദ വിയർ യൂസ്ഡ് ഫോർ. ഫിഷ് ലാഡർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ അല്ലേ? ഫിഷ് ലാഡർ എന്ന് പറയുമ്പോൾ പ്രൊവൈഡിങ് ഫ്രീ പാസേജ് ടു ഫിഷ് ആണ്. ആൻഡ് അക്യുഡക്റ്റ് ഈസ് കൺസ്ട്രക്ട് വെൻ. ഈ താഴെ പറയുന്ന അക്യുഡക്റ്റിന് ആപ്റ്റ് ആയത് ഏതാണ്? ഡ്രെയിൻ ഈസ് ക്യാരിഡ് ഓവർ ദ കനാൽ. കനാൽ ഈസ് ക്യാരിഡ് ഓവർ ദ ഡ്രെയിൻ. കനാൽ ആൻഡ് ഡ്രെയിൻ അറ്റ് ദ സെയിം ലെവൽ. നോട്ട് കൺസ്ട്രക്റ്റഡ് ഇൻ നാച്ചുറൽ സ്ട്രീംസ്. ഇതിൽ
നമ്മുടെ അക്വഡക്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. കനാൽ ഈസ് കാരിഡ് ഓവർ ദി ഡ്രെയിനിന് മുകളിൽ കനാൽ വരുന്ന കൺസ്ട്രക്ഷനാണ്. അത് പറയുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ വരാം? അക്വഡക്റ്റും വരാം, സൈഫൺ അക്വഡക്റ്റും വരാം. അങ്ങനെയെങ്കിൽ ഡ്രെയിൻ ഈസ് ക്യാരിഡ് ഓവർ ദ കനാൽ എന്ന് പറയുമ്പോൾ സൂപ്പർ പാസേജും വരാം, കനാൽ സൈഫണും വരാം. രണ്ടും ഒരേ ലെവലിലാണെങ്കിൽ അവിടെ ലെവൽ ക്രോസിങ്ങും വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇറിഗേഷൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇറിഗേഷൻ അല്ലാത്ത എന്ത് മാത്രമേ ഉള്ളൂ? ഓപ്പൺ ഇറിഗേഷൻ ആണ്. ഇറ്റ് ഈസ് എ കനാൽ ജനറലി ക്യാരീസ് വാട്ടർ ഡയറക്ട്ലി ഫ്രം ദ റിവർ. നമ്മുടെ റിവറിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം എടുക്കുന്നത് ഏത് കനാലെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ മെയിൻ കനാൽ. ദ ഡ്യൂട്ടി ഓഫ് വാട്ടർ അറ്റ് ദ ഔട്ട്ലെറ്റ് ഈസ് നോൺ ആസ്. ആ ഔട്ട്ലെറ്റിനെ നമ്മൾ പറയുന്ന പേര് ഔട്ട്ലെറ്റ് ഫാക്ടർ എന്നാണ്. ഇനി ഇതിൽ തന്നെയുള്ള അടുത്ത ടേംസ് നോക്കിയാലോ? ടൈം ഫാക്ടർ. ടൈം ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ദ കനാൽ ഹാസ് ആക്ച്വലി റൺ. എങ്ങനെയാണ്? നമ്പർ ഓഫ് ഡേയ്സ് ദ കനാൽ ഹാസ് ആക്ച്വലി റൺ ബൈ നമ്പർ ഓഫ് ഡേയ്സ് ദ കനാൽ സപ്പോസ്ഡ് റൺ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈം ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഔട്ട്ലെറ്റ് ഫാക്ടറിൻ്റെ എക്സ്പ്ലനേഷനാണ് തന്നേക്കുന്നത്. അടുത്ത് നമുക്ക് കപ്പാസിറ്റി ഫാക്ടർ നോക്കാം. കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് മീൻ സപ്ലൈ ഡിസ്ചാർജ് ഓഫ് എ കനാൽ ബൈ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഓഫ് കനാലിൻ്റെ റേഷ്യോ എടുക്കുന്നതിന് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയും. ശ്രദ്ധിക്കാം, മീൻ സപ്ലൈ ഡിസ്ചാർജ് ബൈ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഓഫ് എ കനാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് കനാൽ മീൻ ഫോർ ഡൈവേർഷൻ ഫ്ലഡ് വാട്ടേഴ്സ് ഓഫ് റിവർ ഈസ്. ശ്രദ്ധിക്കുക, ഫ്ലഡിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഇനണ്ടേഷൻ കനാൽ. ആൻസർ വരുന്നത് ഇനണ്ടേഷൻ കനാൽ. എ ബ്രിഡ്ജ് വിത്ത് ടോട്ടൽ ലെങ്ത് വേരിയിങ് ബിറ്റ്വീൻ 30 മീറ്റർ ടു 120 മീറ്റർ ഈസ് നോൺ ആസ്. 30 മീറ്ററിനും 120 മീറ്ററിനും ഇടയിലാണ് വരുന്നതെങ്കിൽ അതെന്ത് ബ്രിഡ്ജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് എന്തെന്നാണ് പറയുന്നത്? മേജർ ബ്രിഡ്ജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേജർ ബ്രിഡ്ജ്. ഐസോ ഹൈറ്റ് ആർ ദ ഇമാജിനറി ലൈൻസ് ജോയിനിങ് ദ പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ. ഐസോ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള റെയിൻഫോളിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ്, ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ ഐസോ ഹൈറ്റ്സ് എന്ന് പറയുന്നത്. റിവർ ട്രെയിനിങ് ഫോർ ഡെപ്ത് ഈസ് അച്ചീവ്ഡ് ബൈ. റിവർ ട്രെയിനിങ് ഫോർ ഡെപ്ത് നോർമലി നമ്മൾ ഗ്രോയിൻസ് ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നതിനാണ് കൂടുതലും നമ്മൾ ആപ്റ്റഡ് ആയിട്ട് ആ ഡെപ്ത് വൈസ് നമ്മൾ നോക്കുന്നത്. എ ലാൻഡ് ഈസ് നോൺ ആസ് വാട്ടർ ലോക്ഡ്. ഒരു ലാൻഡ് വാട്ടർ ലോക്ഡ് ആയിരിക്കണമെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കണം? ആ ഒരു ക്യാപ്പിലാരിറ്റി ഫ്രിഞ്ച് റൂട്ട് സോൺസ് റീച്ച് ചെയ്തിട്ടുണ്ടാവണം. സോ ക്യാപ്പിലാരിറ്റി ഫ്രിഞ്ച് റീച്ചേഴ്സ് ദ റൂട്ട് സോൺസ് ഓഫ് പ്ലാന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ദ ബേസ് പീരീഡ് ഓഫ് ദ ക്രോപ്പ് ഈസ് 120 ഡേയ്സ്. ബേസ് പീരീഡ് 120 ഡേയ്സ് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് റിക്വയർസ് 10 സെൻറ്റിമീറ്റർ ഡെപ്ത് ആണ്. ഡെൽറ്റ 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതെങ്ങനെ? അറ്റ് എവറി 10 ഡേയ്സ് ആണ് പറയുന്നത്. അപ്പം ബി ബേസ് പീരീഡ് 120 ആയാലും നമ്മൾ 10 ഡേയ്സിലെ കാൽക്കുലേഷനാണ് വരുന്നത്. 120/10 ചെയ്യാം. ഓക്കെ, നമുക്ക് 12 എന്ന് കിട്ടും. എത്ര ഡെപ്ത്? 10 സെൻറ്റിമീറ്റർ ഡെപ്ത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 120 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ വി ഇംപ്രൂവ് ദ ഡ്യൂട്ടി ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ ഡ്യൂട്ടി എങ്ങനെയാണ്? ലൈനിങ് കൊടുത്താൽ പോരെ? ലൈനിങ് ഓഫ് കനാൽസ്, കൺസ്ട്രക്ഷൻ ഓഫ് വിയർ ഒരു ബന്ധവുമില്ല. കൺസ്ട്രക്ഷൻ ഓഫ് ഡാം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചെക്ക് ഡാംസ് പറയാൻ പറ്റില്ല. നമുക്ക് ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത് ലൈനിങ് ഓഫ് കനാൽസ് ആണ്. വാട്ടർ ഇവാപ്പറേറ്റഡ് ഈസ് ക്യാരിഡ് വിത്ത് ദി എയർ ഇൻ ഫോം ഓഫ് വേപ്പർ നോൺ ആസ്. ഇവാപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്? ക്ലൗഡ് അല്ലേ ഫോമേഷൻ? ക്ലൗഡ് ഫോമേഷൻ ആണ് വരുന്നത്. Water on the ground surface entering the soil is called. Answer is infiltration. The energy input to the hydrological cycles is sun. നമ്മുടെ ആ ഒരു സണ്ണാണ് എനർജി എന്ന് പറയുന്നത് ഹൈഡ്രോളജിക് സൈക്കിളിൻ്റെ. Rainfall is also known as precipitation. Conceptive use of a crop during growth is the amount of. ഇതിൽ കൺസെപ്റ്റീവ് യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർസെപ്ഷൻ വരാറുണ്ട്, ട്രാൻസ്പിറേഷൻ വരാറുണ്ട്, ഇവാപ്പറേഷൻ വരാറുണ്ട്. സോ ആൻസർ ഓൾ ദി എബവ് ആണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഗ്രൗണ്ട് വാട്ടർ ഇൻ വാട്ടർ ടേബിൾ. ഇതിൽ കൺഫൈൻഡും അൺകൺഫൈൻഡും ആൻസറായിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജനറലി ദ വിയർ ഈസ് അലൈൻഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ മെയിൻ റിവർ കറണ്ട് ബിക്കോസ് it ensures less length of the weir,
it gives better discharging capacity, it is economical, all of the above. നമുക്ക് കറക്റ്റ് പറഞ്ഞ ആൻസർ എന്താണ് വരുന്നത്? ഇതെല്ലാം വരില്ലേ? ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ. ആ വിയർ കറക്റ്റ് റൈറ്റ് ആംഗിളിൽ നമ്മൾ കൊടുക്കുന്ന റൈറ്റ് ആംഗിൾ പോർഷനിൽ അല്ലെങ്കിൽ റൈറ്റ് ആംഗിളിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാര്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്, ആ മെയിൻ റിവറിലും ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും നമുക്ക് ആൻസറായിട്ട് വരുന്നതാണ്. എ ഡിവൈഡ് വാൾ ഈസ് പ്രൊവൈഡഡ്. ഡിവൈഡ് വാൾ എന്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെ. നമുക്ക് ആ ഓപ്ഷൻ വായിക്കുമ്പോഴേ കറക്റ്റ് അവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് കറക്റ്റ് അറിയാൻ പറ്റൂ. അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് വിയർ, പാരലൽ ടു ദ ആക്സിസ് ഓഫ് വിയർ ആൻഡ് അപ്സ്ട്രീം ഓഫ് ഇറ്റ്. ഇതെവിടെയാണ് കൊടുക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. റൈറ്റ് ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് വിയർ, അത് ആദ്യമേ വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനി അടുത്തതൂടെ നോക്കാം. പാരലൽ ആണോ? അല്ല. പാരലൽ ടു ദ ആക്സിസ് വിയർ ആൻഡ് ഡൗൺ സ്ട്രീം ഓഫ് ഇറ്റ്, അല്ല. അറ്റ് ആൻ ഇൻക്ലിനേഷൻ ടു ദ ആക്സിസ് ഓഫ് വിയർ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ തന്നെയാണ് കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പിൽ വേസ് ഈസ് ലീസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ആൻ എർത്തേൺ ഡാം. എർത്തേൺ ഡാമിന് ലീസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത് ഏതാണ്? ഓഗി സ്പിൽവേ ആണ് വരുന്നത്. എർത്തേൺ ഡാമിന് ലീസ്റ്റ് സ്യൂട്ടബിൾ ഓഗി സ്പിൽവേ. ഇൻ ഇന്ത്യ ദ റെക്കോർഡിംഗ് ടൈപ്പ് ഓഫ് റെയിൻ ഗേജ് ഈസ് ജനറലി യൂസ്ഡ് ഫ്ലോട്ട് റെക്കോർഡിംഗ് ടൈപ്പ് ആണ് വരുന്നത്. ആൻസർ ഫ്ലോട്ട് റെക്കോർഡിംഗ് ടൈപ്പ്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ഡിവൈഡ് വാൾ ഈസ് ടു. എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കൺട്രോൾ ദ സിൽറ്റ് എൻട്രി ഇൻ ദ കനാൽ ആണോ? അല്ല. പ്രിവെൻറ്റ് റിവർ ഫ്ലഡ്സ് ഫ്രം എൻറ്ററിങ് ദ കനാൽ, അതുമല്ല. സെപ്പറേറ്റ് ദ അണ്ടർ സ്ലൂയിസസ് ഫ്രം വിയർ പ്രോപ്പർ. ഓക്കെ, പ്രോപ്പർലി വിയറിൽ നിന്ന് അണ്ടർ സ്ലൂയിസസിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് വാൾസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ഓക്കെ. ആൻഡ് അഗ്രേഡിംഗ് റിവർ ഈസ് സിൽറ്റിംഗ് റിവർ, സ്കോറിംഗ് റിവർ, ബോത്ത് സിൽറ്റിംഗ് ആൻഡ് സ്കോറിംഗ്, നെയ്തർ സിൽറ്റിംഗ് നോർ സ്കോറിംഗ്. അപ്ഗ്രേഡിങ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആൻസർ വരുന്നത് സിൽറ്റിംഗ് ആണ്, സിൽറ്റ് ഡെപ്പോസിഷൻ ആണ് വരുന്നത്. ഡിഗ്രേഡിംഗ് ആണെങ്കിൽ സ്കോറിംഗ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് എ ഡാം ഈസ് ബിൽറ്റ് ഇൻ ഏരിയാസ് വെർ ദ ഫൗണ്ടേഷൻ ഈസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു ബിയർ ദ വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ്? സോ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ ബി ആണ്, എർത്തേൺ ഡാം അല്ലെങ്കിൽ എർത്ത് ഡാം. The useful moisture of soil is equal to. യൂസ്ഫുൾ മോയ്സ്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. യൂസ്ഫുൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ ബിറ്റ്വീൻ ഫിൽഡ് കപ്പാസിറ്റി ആൻഡ് പെർമനൻറ്റ് വിൽറ്റിങ്ങിനിടയിൽ വരുന്നതാണ് ആൻസർ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാം ദ വെയ്റ്റ് ഓഫ് വാട്ടർ ഈസ് ക്യാരിഡ് ബൈ എ ഡെക്ക് ഓഫ് RCC ഓർ ബൈ ആർച്ച് ദാറ്റ് ഷെയർ ദ വെയ്റ്റ് ബേർഡൻ? ഏതായിരിക്കും വരുന്നതെന്ന് ചോദിച്ചാൽ എ ഹോളോ മേസണറി ഗ്രാവിറ്റി ഡാമാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഈ ക്വസ്റ്റ്യൻ. ഡാമിൻ്റെ കാര്യമാണ്. വെയ്റ്റ് ഓഫ് വാട്ടർ അതിൻ്റെ ഡെക്ക് അല്ലെങ്കിൽ RCC അല്ലെങ്കിൽ അതുപോലെ തന്നെ ആർച്ചസ് ബേസ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. സോ അത് ഏതാണ്? ഹോളോ മേസണറി ഗ്രാവിറ്റി ഡാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാം ഈസ് സ്യൂട്ടബിൾ ഫോർ നാരോ വാലി? നാരോ വാലിയിൽ ഏത് ഡാമാണ് യൂസ് ചെയ്യുന്നത്? ആർച്ച് ഡാം. അക്കോർഡിംഗ് ടു ദ ഹൈഡ്രോളിക് ഡിസൈൻ ദ ഡാംസ് ആർ ക്ലാസിഫൈഡ്. ഹൈഡ്രോളിക് ഡിസൈൻ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, ഓവർഫ്ലോ ആൻഡ് നോൺ ഓവർഫ്ലോ ഡാം. വാട്ട് ഈസ് ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ഓഫ് ക്രോപ്പ്? ഏതാണ് വരുന്നത്? ക്രോപ്പ് പീരീഡ്. അതേസമയം സോയിങ്ങിന് മുന്നേയും ഹാർവെസ്റ്റിങ്ങിന് മുന്നേയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ബിഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ബേസ് പീരീഡ് വന്നേനെ. ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് വാട്ടറിങ് ചെയ്യുന്നതെങ്കിൽ അതിനെ കോർ വാട്ടറിങ് എന്ന് പറയും. ആ ഒരു ഡെപ്തിനെ നമ്മൾ കോർ വാട്ടർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കോർ പീരീഡ്. ദ ഫസ്റ്റ് വാട്ടർ ബിഫോർ സോയിങ് ദ ക്രോപ്സ്. സോ ചെയ്യുന്നതിന് മുന്നേ ഉള്ളതിനെ നമ്മൾ പറയുന്നത് പാലിയോ. വാട്ട് ഈസ് കോൾഡ് as the percentage of CCAs irrigated at the time in one crop season? സോ ആൻസർ വരുന്നത് എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. സൂപ്പർഫ്ലൂവസ് വാട്ടർ ഈസ് ഓൾസോ കോൾഡ് ഗ്രാവിറ്റേഷണൽ വാട്ടർ. ഇതൊക്കെ സ്ഥിരം പഠിക്കുന്നതാണ്, അതാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ദ യൂസ്ഫുൾ ഫോർ സോയിൽ മോയ്സ്ചർ ഫ്ലവർ പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ട് സോയിൽ, യൂസ്ഫുൾ ആയിട്ടുള്ള സോയിൽ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ കാപ്പിലറി വാട്ടറാണ്. ഡ്യൂട്ടി ഓഫ് ആൻ ഇറിഗേഷൻ ട്യൂബ് വെൽ ഈസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് കനാൽ ഇറിഗേഷൻ. ഡ്യൂട്ടി ഓഫ് ആൻ ഇറിഗേഷൻ ട്യൂബ് വെൽ ഈസ് ഡാഷ് ദാൻ ദാറ്റ് ഓഫ് കനാൽ ഇറിഗേഷൻ. ഏതായിരിക്കും ആൻസർ വരുന്നത്? നമുക്ക് ഹയർ ആണ് വരുന്നത്. ആൻസർ ഹയർ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡ്യൂട്ടി കോൾഡ് ആസ് ഇൻഡയറക്റ്റ് ഇറിഗേഷൻ? ഇതിൽ ഇൻഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറയത്തക്ക രീതിയിൽ ഏതാണ് വരുന്നത്? ഫ്ലോ ഡ്യൂട്ടിയാണ് വരുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് ഇറിഗേഷൻ. Which type of unit is used to define high and low duty?
ഹൈ-എം ലോ ഡ്യൂട്ടിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം, ആ ഒരു യൂണിറ്റാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഹെക്ടർ പെർ ക്യുമെക്. ക്യുമക്കിനെ തന്നെ നമുക്ക് എന്തെന്നും പറയാം, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നും പറയാം, രണ്ടും ഒന്ന് തന്നെയാണ്. വിച്ച് ടൈപ്പ് ഓഫ് ഏരിയ ഈസ് ലാർജ് ഇൻ ക്വാണ്ടിറ്റി കമ്പയർഡ് ടു അതർ? ലാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ് വരുന്നത്? ഗ്രോസ് കമാൻഡ് ഏരിയ. ഇൻ വാട്ട് ടൈപ്പ് ഓഫ് ഏരിയ ക്രോപ്പ് ഈസ് നോട്ട് സോൺ ഫോർ എ പെർട്ടിക്കുലർ സീസൺ? ശ്രദ്ധിക്കാൻ, നോട്ട് സോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് സോൺ ആകുമ്പോൾ അൺകൾട്ടിവേറ്റഡ് അല്ലേ വരുന്നത്? സോ ആൻസർ വരുന്നത് ഡി ആണ്, കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ. കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ. വിച്ച് ഫാക്ടർ ഡയറക്ട്ലി എഫക്ട് ദ ഡ്യൂട്ടി ഓഫ് വാട്ടർ? താഴെ തന്നിരിക്കുന്നതിൽ ഡയറക്റ്റ് ഡ്യൂട്ടി എഫക്റ്റ് ചെയ്യുന്ന ആരാണ്? യൂസ്ഫുൾ ആയിട്ടുള്ള റെയിൻഫോൾ ആണ്. യൂസ്ഫുൾ റെയിൻഫോൾ.